ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവർ എത്രയാണ് നഊദു ബില്ലാഹ്. ആധുനിക ചെറുപ്പക്കാര് മുഴുവനും ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ രുചിക്കുമ്പോ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ സഹോദരിമാർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുകയല്ലയോ. ക്യാമ്പസുകളിൽ പഠിക്കുന്നതാകുന്ന പെൺകുടികൾ 10ാം ക്ലാസിന്റെയും +2-ന്റെയും ഒക്കെ ക്ലാസുകൾ അവസാനിപ്പിച്ചിട്ട് ക്ലാസ് പിരിയുമ്പോൾ സെന്റ് ഓഫ് എന്ന പേരിൽ നടത്തുന്ന കൂത്തരങ്ങുകൾ നഊദു ബില്ലാഹ്. കണ്ടില്ലേ നിങ്ങൾ മലബാർ ക്രിസ്ത്യൻ കോളേജിലുണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹത്തിൽ വൈറലായില്ലയോ? എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് തന്റെ കാമുകനുമായി പരസ്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുന്ന രംഗങ്ങൾ ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ലയോ? പരസ്യമായി കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, ലഹരി കൊണഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്, ചുംബനം നടത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ഞങ്ങളിതാ വേർപിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ഡാൻസും കൂത്തരങ്ങളുമായി നിലകൊള്ളുന്ന സമൂഹമാണ്. നഊദു ബില്ലാഹ്. ആരുടെ ഉമ്മത്താണ്, ആരുടെ സമുദായമാണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സമുദായത്തിന്റെ നീചമായ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ലയോ? ആദരവായ പ്രവാചകൻ 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, സഹാബാ ആരാണ് കള്ളു കുടിക്കുന്നത്, ആരാണ് ലഹരി നുണയുന്നത്? അവൻ കള്ളു കുടിക്കുമ്പോഴും ലഹരി നുണയുമ്പോഴും അവന്റെ ഈമാനിനെ ഊരപ്പെടുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. നഊദു ബില്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ അവൻ ലഹരി നുണഞ്ഞാൽ, അവൻ കള്ളു കുടിച്ചാൽ, അവൻ മോശമായ തലത്തിലേക്ക് ചന്തത്തുണ്ടുകളെ കൊണ്ടുപോയാൽ, മാരകമാകുന്ന MDMA പോലെയുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ മക്കളെ വരെ ഇന്ന് സമൂഹം കാണുകയാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൻസിഉ മിൻഹുൽ ഈമാനു, അവനിൽ നിന്ന് വിശ്വാസം ഊരപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉപമ പറയുകയാണ്. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. മനുഷ്യൻ അവനിട്ടിരിക്കുന്ന വസ്ത്രം അവന്റെ തലവഴി ഊരുന്നത് പോലെ ഈമാൻ സെക്കൻഡ് ബൈ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകുമേ കള്ളു കുടിക്കുന്നവനിൽ നിന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കുമ്പോൾ തന്നെ ഈമാൻ, വിശ്വാസം ഉയർത്തപ്പെട്ടു പോകും, ഈമാൻ ഇല്ലാതാകും. ഏതുപോലെ ഞാൻ ഇട്ടിരിക്കുന്നത് കമീസാൻ, നീളക്കുപ്പായം. ഈ നീളക്കുപ്പായം സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ ഇടുന്ന നിസ്കാരക്കുപ്പായം, അതിങ്ങനെ തലവഴി ഊരുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടി വളരെ സ്പീഡിൽ അവനിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല പറഞ്ഞ ഈമാൻ ഊരപ്പെട്ട പിന്നെന്തായി? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തൗബ ചെയ്യൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റക്കാമീൻ പറയും അല്ലാഹു നമ്മളെ കാക്കട്ടെ.